അപ്പോൾ നമ്മളത് സംസാരിക്കാനായിട്ട് പോകുന്നത് പ്രിന്റഡ് ഷർട്ട്സിനെ കുറിച്ചാണ്. അപ്പോൾ കുറച്ചധികം പ്രിന്റഡ് ഷർട്ടിന്റെ ഒരു കളക്ഷൻ ഞാൻ മേക്ക് ചെയ്തിട്ടുണ്ട്. ആ ഒരു കളക്ഷൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കാണുന്നതാണ്. അപ്പോൾ നമ്മൾ പ്രിന്റ് ഷർട്ടിനെ കുറിച്ച് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രിന്റഡ് ഷർട്ട് ആ ഒരു ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് എടുത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് സമയം കളയാൻ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പ്രിന്റഡ് ഷർട്ട് ഇടുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരുപാട് ഓവർ കോൺട്രാസ്റ്റ് ആവാതിരിക്കുക. അതായത് ഡാർക്ക് ഷെയ്ഡ്സിലുള്ള പ്രിന്റഡ് ഷർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ഡാർക്ക് ഷെയ്ഡ്സിലുള്ള ബോട്ടംസ് തന്നെ യൂസ് ചെയ്യുക. ലൈറ്റ് ഷെയ്ഡ്സിലുള്ള പ്രിന്റഡ് ഷർട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഷെയ്ഡ്സിലെ ബോട്ടം തന്നെ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യത്തെ പ്രിന്റഡ് ഷർട്ട് എന്ന് പറയുന്നത് ഒരു ഡെനിം ഷെയ്ഡിലുള്ള ഒരു പ്രിന്റഡ് ഷർട്ടാണ്. നിങ്ങൾ പ്രിന്റഡ് ഷർട്ട് ഇടാൻ ആയി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു ടൈപ്പ് പ്രിന്റ്സ് ഉള്ള ഒരു ഷർട്ടാണിത്. ഈ ഒരു ഷർട്ടിന് ഭയങ്കര വേഴ്സലാലിറ്റി ഉണ്ട്. നിങ്ങൾക്ക് കോളേജിൽ ആയിക്കോട്ടെ, ഓഫീസിൽ ആയിക്കോട്ടെ, എവിടെ വേണമെങ്കിലും ഈ ഒരു പ്രിന്റഡ് ഷർട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഫോർമൽ സീറ്റിന് ഓഫീസിൽ ഈ ഒരു പ്രിന്റഡ് ഷർട്ട് അലൗഡ് ആയിരിക്കത്തില്ല. അതല്ലാതെ കാഷ്വൽസ് യൂസ് ചെയ്യുന്നിടത്ത് ഈ ഒരു പ്രിന്റഡ് ഷർട്ട് ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്രിന്റഡ് ഷർട്ടിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വളരെയധികം മിനിമലിസ്റ്റിക് ആയിട്ടുള്ള പ്രിന്റ്സ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഓപ്പേഡ് ആവാൻ നമുക്ക് ഈ ഒരു സാധനം സ്റ്റൈൽ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ ഈ ഒരു ഷർട്ട് മേടിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷർട്ട് നല്ല ഓവർ സൈസ് ആയിട്ടുള്ള ഒരു പ്രിന്റഡ് ഷർട്ടാണ്. സോ നിങ്ങളുടെ സൈസിനെക്കാട്ടിലും സ്മോളർ ആയിട്ടുള്ള ഒരു സൈസ് സ്മോളർ ആയിട്ടുള്ള സാധനം മേടിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടിരിക്കത്തുള്ളൂ. രണ്ടാമത്തെ ടൈപ്പ് പ്രിന്റ് ഷർട്ട് എന്ന് പറയുന്നത് ജിയോമെട്രിക് പ്രിന്റ് ഉള്ള ഒരു ഷർട്ടാണ്. ഇത് വളരെയധികം ബ്രീത്തബിലിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ഇഷ്ടം ആ ഒരു ചൂടിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവത്തില്ല. ഇത് നിങ്ങൾക്ക് ടാങ്ക് ടോപ്പ് ഉപയോഗിച്ച് ലെയർ ചെയ്താലും ഈ ഒരു പ്രിന്റ് ഷർട്ട് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് അഡ്വാൻറ്റേജ് പറയുന്നത് ഒരു കാഷ്വൽ വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റുന്ന ഷർട്ടാണ്. കാർഗോസിലൂടെയൊക്കെ ബെസ്റ്റ് ഗോയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈറ്റ് ഷെയ്ഡിലുള്ള ഏതെങ്കിലും കാർഗോസ് മേടിക്കുക, അല്ലെങ്കിൽ ഡാർക്ക് ഷെയ്ഡിലുള്ള ഒരു കാർഗോസ് മേടിക്കുക. എന്നിട്ട് ഇതിന് ഈസി ആയിട്ട് സ്റ്റൈൽ ചെയ്യുക. നിങ്ങൾക്ക് കാർഗോസിനെ കുറിച്ച് വീഡിയോ വേണമെങ്കിൽ ജസ്റ്റ് ഈ കാർഗോസ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. മൂന്നാമത്തെ ഷർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ഫിസിക് ഉണ്ട്, എന്നെ പോലെ അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു പ്രിന്റഡ് ഷർട്ടാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ഈ ഒരു പ്രിന്റഡ് ഷർട്ടിന്റെ വെർസലാലിറ്റി ഭയങ്കര കുറവായിരിക്കും. സോ നിങ്ങൾ എപ്പോൾ ലൈറ്റ് ഷെയ്ഡ്സിലുള്ള ബോട്ടംസിലൂടെ ഈ ഒരു ഷർട്ട് സ്റ്റൈൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മോണോക്രോമാറ്റിക് ഔട്ട്ഫിറ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇതൊരു ബീച്ച് വൈബ് ഷർട്ടാണ്. സോ നിങ്ങൾ ഗോവയിലോട്ടോ അല്ലെങ്കിൽ ബാലിലോട്ടോ അല്ലെങ്കിൽ അങ്ങനെ ബീച്ച് ഏരിയ അല്ലെങ്കിൽ നമ്മുടെ വർക്കയിലോട്ടോ കൊച്ചിയിലോട്ടൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഒരു ബീച്ച് വൈബിനനുസരിച്ച് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ഷർട്ടാണിത്. അടുത്തതെന്ന് പറഞ്ഞത് ബെൻഡാന ടൈപ്പ് പ്രിന്റ് വരുന്ന ഒരു ഷർട്ടാണ്. നിങ്ങൾ അത്യാവശ്യം കൂൾ ടൈപ്പിലുള്ള, അതായത് അത്യാവശ്യം കൂൾ കളേഴ്സിലുള്ള ഡ്രസ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു പ്രിന്റഡ് ഷർട്ടാണിത്. അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ടും അതല്ല ഡേ യൂസേജിനും ഈ ഒരു ഷർട്ട് ബെസ്റ്റ് കോമ്പിനേഷൻ ആണ്. ഈ ഒരു ഷർട്ടിന്റെ ഏറ്റവും വലിയ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നിങ്ങളിപ്പോൾ എക്സലോ അല്ലെങ്കിൽ എമ്മോ ലാർജോ ഒക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലെങ്ത് ഓൾട്ടർ ചെയ്യേണ്ടി വരും. നിങ്ങൾ എക്സൽ സൈസിലുള്ള ഒരാളാണ്, നിങ്ങൾക്ക് 6 നീളം ഉണ്ട് അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ഈ ഒരു ഷർട്ടിന്റെ ലെങ്ത് ഓൾട്ടർ ചെയ്യേണ്ടി വരത്തില്ല. പക്ഷേ നിങ്ങൾക്ക് അത്രയും നീളമില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ ലെങ്ത് നിങ്ങൾ ഓൾട്ടർ ചെയ്യേണ്ടി വരുന്നതാണ്. പിന്നെ ഷർട്ടൊക്കെ എങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ഓൾട്ടർ ചെയ്യാം എന്നതിനെ കുറിച്ചും നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കടി വേണം എന്ന് പറഞ്ഞ് കമന്റ് ചെയ്താൽ അതിനെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഫസ്റ്റ് ടൈപ്പ് ഷർട്ട് എന്ന് പറയുന്നത് അത്യാവശ്യം ലൗഡ് കളേഴ്സിലുള്ള പ്രിന്റ് ഇടാൻ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ ഷർട്ടാണ്. അത്യാവശ്യം വേഴ്സറ്റാലിറ്റി ഉള്ള ഒരു സാധനമാണ്. കാരണം ലൈറ്റ് ബോട്ടംസിന്റെ കൂടെയും ഡാർക്ക് ബോട്ടംസിന്റെ കൂടെയും ഈ ഒരു സാധനം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പോകും. പക്ഷേ ഈ ഒരു ഷർട്ടിന്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രിന്റ് ഉള്ളതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ഈ ഒരു സാധനം ഇഷ്ടപ്പെടാതില്ല. എല്ലാ ആളുകൾക്കും ഈ ഒരു സാധനം സ്യൂട്ട് ആകണമെന്നുമില്ല. സോ നിങ്ങൾ അത്യാവശ്യം ലൗഡ് കളേഴ്സിലുള്ള പ്രിന്റ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ഷർട്ട് മേടിച്ച് സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഞാൻ ഈ പറഞ്ഞ ഷർട്ട്സ് അല്ലാതെ കുറച്ചധികം പ്രിന്റ് ഷർട്ടിന്റെ ഒരു കളക്ഷൻ ഞാൻ ഈ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് അവിടെ പോയിട്ട് ഈസി ആയിട്ട് ഈ ഒരു സാധനം മേടിക്കാവുന്നതാണ്. ഞാൻ ഇത്രയൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തന്നതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ